അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ സെക്രട്ടറി ഓഫ് വാർ പീറ്റർ ഹാക്സറ്റ്, CIA ഡയറക്ടർ, അതേപോലെ തന്നെ അമേരിക്കൻ സേനയുടെ ചീഫ് സ്പോക്സ് പേഴ്സൺ, ഇവർ 4 പേരും കൂടെ ഇന്നലെ വൈറ്റ് ഹൗസിൽ നടത്തിയ പത്രസമ്മേളനം. എനിക്കറിയത്തില്ല എത്ര പേര് കണ്ടു ഈ വീഡിയോ കാണുന്നവർ. ഏകദേശം 90 മിനിറ്റാണ് ആ പത്രസമ്മേളനം നീണ്ടുനിന്ന് ജാം പാക്ഡ് ആയിരുന്നു. കാരണം എപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തെങ്കിലും പത്രക്കാർക്ക് വേണ്ടി സംഭവങ്ങളും മീറ്റും മസാലയൊക്കെ ഇട്ട് കൊടുക്കും. അയാളൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്കറിയാം, എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഇഷ്ടം പോലെ ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യം ചോദിക്കാം, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. മനസ്സിലാക്കുക, ആ സമയത്താണ് ലോകത്തെ പല നേതാക്കളും ഒരു പത്രക്കാരൻ്റെ ഒരു ചോദ്യം ചോദിക്കാനോ, ഇൻക്ലൂഡിങ് കേരളത്തിലെ മുഖ്യമന്ത്രി പോലും പേരിന് നടത്തുന്ന പത്രസമ്മേളനം. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ല. ഇഷ്ടമുള്ള ചോദ്യം ചോദിക്കുക, അയാൾക്ക് ഇഷ്ടമുള്ള ആൻസർ കൊടുക്കുക. ആൻസർ ഇന്നതാകണമെന്ന് പ്രതീക്ഷിക്കുകയൊന്നും ചെയ്യരുത്, അയാൾക്ക് തോന്നുന്ന ആൻസർ കൊടുക്കും. ആ രീതിയിലാണ് പത്രസമ്മേളനം. ഈ പത്രസമ്മേളനത്തിൻ്റെ പ്രധാന പ്രസക്തി എന്ന് പറയുന്നത്, അതായത് 48 അവേഴ്സിനുള്ളിൽ അതിനകത്ത് കൃത്യമായിട്ട് അവർ പറയുന്നത് ഏകദേശം 7 മണിക്കൂറാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് ഈ രണ്ടാമത്തെ, അതായത് F-15 ഈ ഈഗിൾ കാറ്റഗറിയിലുള്ള ഫൈറ്റേഴ്സ്, അതിനകത്തെ കേണൽ റാങ്കുള്ള വെപ്പൺ ഓഫീസർ, അദ്ദേഹം പുറയിലാണ് ഇരിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞു, അദ്ദേഹമാണ് ഫയർ ചെയ്യുന്നത്. ഇത് ഇറാനിയൻ എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ മിസൈലോ ലോഞ്ചോ ഹിറ്റായി അവസാനം ഇത് അവർ ഇജക്റ്റ് ചെയ്തു. പൈലറ്റിനെ രക്ഷപ്പെടുത്തി. ഈ വെപ്പൺ ഓഫീസർ കേണൽ, ഇയാളെ രക്ഷപ്പെടുത്താൻ ആദ്യം പറ്റുന്നില്ല, ഇയാളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരൊറ്റ മെസ്സേജ് വന്നു, ഗോഡ് ഈസ് ഗുഡ്. ഇതാണ് മെസ്സേജ് വന്ന ആ റേഡിയോയിൽ കൂടെ. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന പത്രസമ്മേളനം മുഴുവനും ഒരു റിലീജിയസ് പത്രസമ്മേളനമായിരുന്നു. ഒരു സുവിശേഷകൻ എങ്ങനെയാണ് പത്രസമ്മേളനം നടത്തുക, ഒരു സ്റ്റേറ്റിൻ്റെ ഹെഡ് നടത്തുന്ന പത്രസമ്മേളനം ആയിരുന്നില്ല ബേസിക്കലി. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കുക, ഇതേപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ തലവൻ എടുത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി എടുക്കുക, അദ്ദേഹം ഹിന്ദു ബിലീവറാണ്, മറ്റുള്ളവർ മുസ്ലിം ബിലീവേഴ്സ് ഉണ്ട്, മറ്റ് ക്രിസ്ത്യൻ ബിലീവേഴ്സ് ഉണ്ട്, മറ്റു പലരും ഉണ്ട്. ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ തലവൻ ഇതേപോലെ റിലീജിയസ് രീതിയിൽ പത്രസമ്മേളനം നടത്തുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് എന്തോ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ്, ഈ യുദ്ധമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ യുദ്ധമെന്നാണ് ആ വാക്ക് ഉപയോഗിച്ചേക്കുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വലിയ റിസ്കി ഓപ്പറേഷൻ ഏകദേശം 400 കിലോമീറ്ററിനകത്ത്, ഇറാൻ്റെ അകത്ത് വല്ലാത്ത ദുർഘടം പിടിച്ച ഡിഫിക്കൽട്ട് ടെറൈൻ, അതായത് പർവ്വതവും മേഘവും ഒക്കെ ഉണ്ട്. അതായത് കടലിൽ അവിടുന്ന് ഏകദേശം 7000 മീറ്റർ ഉയരത്തിൽ, അവിടെ വെച്ചാണ് ഈ പറയുന്ന കേണൽ ഈ വെപ്പൺ ഓഫീസറെ കണ്ടുകിട്ടുന്നത്. കാരണം റേഡിയോ മെസ്സേജിൽ കൂടെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത് എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ, വൈറ്റ് ഹൗസിൻ്റെ, അഡ്മിനിസ്ട്രേഷൻ്റെ തീരുമാനമാണ്. നമ്മൾ ലോകം മുഴുവനും ഒരു സിനിമാറ്റിക് രീതിയിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത്, ഇത് അടുത്ത ഹോളിവുഡ് ചിത്രം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. കാരണം വലിയ കണ്ടന്റ് ഈ സംഭവം ഒറിജിനലായിട്ടുണ്ടായ സംഭവമാണ്. അപ്പം നമ്മൾ സ്റ്റീഫൻ സ്പീൽബർഗിൻ്റെ ഒരു സിനിമയുണ്ട്, നിങ്ങൾ പറ്റുവാണെങ്കിൽ സിനിമയുടെ അതെവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ആമസോണിലും നെറ്റ്ഫ്ലിക്സിലും ഒക്കെ അവൈലബിൾ ആണ്. സേവ് ദ പ്രൈവറ്റ് റയാൻ എന്ന് പറഞ്ഞൊരു ഒരു വേൾഡ് ഓസ്കാറൊക്കെ കിട്ടിയൊരു സിനിമയുണ്ട്. എങ്ങനെയാണ് അവർ ഈ റയാനെ രക്ഷപ്പെടുത്തുന്നത്, അതായത് അവരുടെ ഫാമിലി ഒരു മെമ്പറാണ്. അയാൾ എങ്ങനെയാണ് അമേരിക്കൻ സ്പെഷ്യൽ കമാൻഡോ ഫോഴ്സ്, അതായത് ജർമ്മനിയും ഫ്രാൻസുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്ക ഇടപെടുകയാണ് ഫ്രാൻസിനെ ഇൻഡിപെൻഡൻറ്റ് ചെയ്യാൻ, ഫ്രീ ആക്കാൻ വേണ്ടി. അതായത് ഇതേപോലൊരു ഓപ്പറേഷനാണ് അവിടെ നടത്തിയേക്കുന്നത്. അതായത് കടലിൽ കൂടെ വന്നിട്ട് അവർ ഫ്രാൻസിലോട്ടും ജർമ്മനിയിലോട്ടും കയറുകയാണ്. എന്നിട്ട് ഈ പ്രൈവറ്റ് റയാൻ, അതായത് റയാൻ എന്ന് പറയുന്ന പട്ടാളക്കാരനെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നത്, ഇതാണ് ആ സിനിമയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. ആ സിനിമ പറ്റുവാണെങ്കിൽ എടുത്ത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് ഈ അമേരിക്കൻ സ്പെഷ്യൽ ഓഫീസേഴ്സ്, സ്പെഷ്യൽ കമാൻഡോ ഫോഴ്സും
അവരുടെ നേവി സീൽസ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത്ര ടഫായിട്ടുള്ള ട്രെയിനിങ്. കാരണം എൻ്റെ ഒരു സുഹൃത്ത് അമേരിക്കൻ പട്ടാളത്തിലുണ്ട്, മലയാളിയാണ്, ചാലക്കുടിക്കാരൻ വിക്ടർ. അപ്പോൾ വിക്ടർ ബേസിക്കലി അമേരിക്കൻ പട്ടാളത്തിൻ്റെ വെറ്ററനാണ്. അപ്പോൾ ആ വെറ്ററൻ ഈ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, അത് പലയിടത്ത് ഇവരുടെ ക്യാമ്പുകളിൽ, ഇവരുടെ വെസ്റ്റ് പോയിന്റ് എന്നൊക്കെ പറയുന്ന ട്രെയിനിങ് ക്യാമ്പുകളിലൊക്കെ പോയി കാണിച്ചു തന്നിട്ടുണ്ട് ഇവരെങ്ങനെ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് ഇവരുടെ അവരുടെ മറീൻസ് ആണെങ്കിലും ഈ നേവി സീൽസ് എന്നൊക്കെ പറയുന്ന നേവി സീൽസിൻ്റെ 6th കമാൻഡോ വിങ് ആണ് ഈ ഓപ്പറേഷൻ അവർ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനെപ്പറ്റി കൂടുതൽ വായിക്കുമ്പോഴാണ് നമ്മൾ ത്രില്ലടിക്കുന്നത്. അത് വായിച്ചു കഴിയുമ്പോൾ മറ്റുള്ള ഈ പട്ടാളത്തിൻ്റെ ഫോഴ്സിനെ പറ്റിയൊക്കെ ഇന്നത്തെ ഡിജിറ്റൽ വേൾഡാണ് ഞാൻ പറയുന്നത്. ഡിജിറ്റൽ അല്ലാത്ത സമയത്ത് നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്, വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ പറയുന്ന മേജർ രവി എന്ന് പറഞ്ഞ ഉണ്ണാക്കൻ പറയുന്ന പാകിസ്ഥാനിൽ പോയിട്ട് ദാവൂദ് ഇബ്രാഹിമൊക്കെ കൊണ്ടുവരുമ്പോൾ ഒന്നാമത് ഒരു ഹെൽത്ത് ഡൗൺ ആയിട്ട് കിഡ്നി മാറ്റി വെച്ച ഈ മേജർ രവി പഴയ പട്ടാളക്കാരെ കൊണ്ടുപോയി എടുത്തുകൊണ്ട് വരുന്ന പറയും ഇതേപോലെ കഥകൾ വിശ്വസിപ്പിക്കുന്ന ആൾ. ഇത് കഥയൊന്നുമല്ല, നമ്മുടെ മുമ്പിലുണ്ടായ ഒരു കാര്യം ഞാൻ പറയാം. ഇന്ത്യക്ക് ഇപ്പോഴൊന്നും പറ്റത്തില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ചാനലിലൊക്കെ ഈ പടക്കമടിക്കുന്ന പട്ടാള ഓഫീസേഴ്സ് വളരെ സൈലൻ്റ് ആയിപ്പോയി. കാരണം അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്തെ സമയത്ത് അത് ചിന്തിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇന്ത്യയുടെ ബോർഡറിൽ നിന്ന് ഏകദേശം 2-3 കിലോമീറ്റർ ദൂരെയാണ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ അദ്ദേഹം വീണത് അദ്ദേഹത്തിൻ്റെ എയർക്രാഫ്റ്റിൽ നിന്ന്. പക്ഷേ അത് വീണ്ടും പാകിസ്ഥാൻ നമുക്ക് തിരിച്ചു തരിക. ഞാൻ ആ ടോപ്പിക്കിലോട്ടല്ല പോകുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചത് മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ടും അതിൻ്റെ അകത്ത് റിലീജിയസ് ആസ്പെക്റ്റ് കയറുന്നുണ്ട്. വെള്ളിയാഴ്ചയാണ് ഹിറ്റ് കിട്ടുന്നത് അമേരിക്കൻ എയർക്രാഫ്റ്റിന്. അതായത് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ പ്രസിഡന്റ് ട്രംപ് പറയുന്നു അന്ന് ഗുഡ് ഫ്രൈഡേ ആണ്, അതായത് ദുഃഖ വെള്ളിയാഴ്ചയാണ്. മനസ്സിലാക്കി ഇവരെല്ലാം പ്രൊട്ടസ്റ്റൻറ്റും കാത്തലിക്സുമാണ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ അകത്തുള്ളത്. ഒരു ഗുഡ് ഫ്രൈഡേ ആണ്. അതിനുശേഷം സാറ്റർഡേ, അതായത് ഈസ്റ്റർ എന്നാണ് ക്രൈസ്റ്റ് ഉയർത്തെഴുന്നേൽക്കുന്നത്. അതിന് മുമ്പായിട്ട് ഈ അമേരിക്കൻ പട്ടാളക്കാരനെ, കേണലിനെ അമേരിക്കൻ ഫോഴ്സ് അവിടെ നിന്നും രക്ഷപ്പെടുത്തി. ഇതാണ് അവർ പറഞ്ഞു വരുന്നത്. ഇത് മുഴുവനും റിലീജിയസ് ആംഗിളാണ്. അതായത് ഞാൻ ആദ്യമായിട്ടാണ് അമേരിക്കയുടെ ഇതേപോലെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട പ്രസിഡൻ്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും അതേപോലെ സീനിയർ ഒഫീഷ്യൽസ് ആണെങ്കിലും ഇതിനെ കംപ്ലീറ്റ് ഒരു ക്രിസ്ത്യൻ റിലീജിയസ് പിക്ചർ അങ്ങ് കൊടുത്തു പൂർണ്ണമായിട്ട്. കാരണം പിടികിട്ടിയത് ട്രംപിൻ്റെ ഇമേജ് എത്ര താഴെ പോയി. ഈ ഒറ്റൊരു ഇൻസിഡൻറ്റിൽ ട്രംപിൻ്റെ ഇമേജ് അമേരിക്കയിൽ ഏറ്റവും മുകളിലോട്ടങ്ങ് പോയി. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതേപോലെയുള്ള എനിമി ടെറിട്ടറിയിലുള്ള ഓപ്പറേഷൻ, അതായത് നമ്മൾ ഈ അടുത്ത കാലത്തൊന്ന് കേട്ട് കാണുന്ന 400 കിലോമീറ്റർ അകത്ത്, അതുപോലെ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം അമേരിക്കയുടെ ബദ്ധശത്രു, ആ ഇറാൻ എന്ന് പറഞ്ഞ് ഇത്ര കോടി രൂപ ഇനാം, അതായത് 10 കോടി ഇന്ത്യൻ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട കറൻസി അവർ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏകദേശം IRGCയുടെ മുഴുവനും ആൾക്കാർ എവിടെയാണ് ഈ പൈലറ്റിനെ കണ്ടെടുക്കാൻ വേണ്ടി അവർ ടെലിവിഷനിൽ കൂടെ ഒക്കെ അങ്ങ് കൊടുത്തിട്ട് പോലും എങ്ങനെയാണ് അമേരിക്കൻ സേന ഏകദേശം 154 ഫ്ലൈറ്റുകൾ, എയർക്രാഫ്റ്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് സെർച്ചിന് വേണ്ടി. ഏറ്റവും ലോ ഫ്ലൈയിങ്, ഞാൻ പഴയ വീഡിയോ പറഞ്ഞ പോലെ ലോ ഫ്ലൈയിങ് അല്ലാത്ത സംഭവങ്ങളെല്ലാം ഉപയോഗിച്ച് 14 ടാങ്കർ, അതായത് ഈ 154 എയർക്രാഫ്റ്റിനകത്ത് ഫ്യൂൽ അടിച്ചു കൊടുക്കുക. അതിൻ്റെ അകത്ത് അതിൽ ടാങ്കർ ഉൾപ്പെടെയാണ് ഫ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളെ ഓപ്പറേഷൻ്റെ വാല്യൂ മനസ്സിലാക്കണം. ഒരു പട്ടാളക്കാരനെ രക്ഷിക്കാൻ വേണ്ടി ആ രീതിയിലാണ് ഇവർ തയ്യാറെടുത്തുകൊണ്ട് പോയത്. അതിന് മുഴുവനും നേതൃത്വം കൊടുത്തത് അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ടാണ്. അതായത് അവിടെ സിറ്റുവേഷൻ റൂമുണ്ട്. ആ സിറ്റുവേഷൻ റൂമിലിരുന്നാണ് ഈ സംഭവങ്ങൾ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോ മിനിറ്റ് ഡെവലപ്മെൻറ്റ്. ആ രീതിയിലുള്ള ഓപ്പറേഷനാണ്. അതായത് ഇതുവരെ ഹോളിവുഡ് സിനിമയിലില്ലാത്ത സിനിമാറ്റിക് സംഭവമാണ് ഈ ഓപ്പറേഷൻ നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ഇത് ദൈവത്തിൻ്റെ കരവില്ലാതെ ഇങ്ങനൊരു ഓപ്പറേഷൻ ജയിക്കില്ല, ദൈവം നിശ്ചയിച്ചിട്ടാണ് ഇറാനെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത്. അതിന് കംപ്ലീറ്റ് പിക്ചർ അങ്ങ് മാറ്റി കൊടുത്തു. ഈ രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇതിന് വ്യാഖ്യാനം കൊടുത്തത്. ആലോചിച്ച് നോക്കുക. ഈ പറയുന്ന ഈ ഓഫീസർ ഇത്ര അടി മുകളിൽ ഈ പർവ്വതത്തിൻ്റെ ഇടയ്ക്കാണ്ട് അദ്ദേഹം അവിടെ വീണു. അവിടെ അങ്ങനെ 1.5 ദിവസം അവിടെ ഒളിച്ചിരിക്കുകയാണ്. അവിടെ പോയി
അതായത് സീരിയസ്ലി ഇഞ്ചേർഡായി. അവിടെ പോയിട്ടാണ് അമേരിക്കൻ കമാൻഡോസ്, നേവി സീൽസ്. അപ്പം അതിൻ്റെ ഒരു സിനിമയുണ്ട്, നിങ്ങൾ ഹോളിവുഡ് എടുത്ത നേവി സീൽസ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ഈ വെസ്റ്റ് ഏഷ്യയിൽ എങ്ങനെയാണ് അവർ വാറിനകത്ത് ഒരു പങ്കെടുക്കുന്നതെന്ന്. അതൊന്നൊക്കെ ഇമാജിനറിയാണ്, പക്ഷേ ഇത് റിയലായിട്ടുണ്ടായ സംഭവമാണ്. അതുകൊണ്ടാണ് എൻ്റെ ത്രില്ലെന്ന് പറഞ്ഞത്. നേരത്തെ ഞാനൊരു വീഡിയോ പറഞ്ഞു, ഏകദേശം 100ഓളം പട്ടാളക്കാർ അവർ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ലൈഫ് കൊടുത്താൽ അവിടെ അടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന 100ഓളം പട്ടാളക്കാർ അവിടെ കൊല്ലപ്പെടുകയാണ്. പക്ഷേ കമാൻഡോസാണ്, അവരവിടെ ഇറങ്ങുകയാണ് മണ്ണിൽ. എന്നിട്ട് അവരുടെ ഹെർക്കുലീസ് 130 അതിറങ്ങുന്നു. അവർ 2-3 എയർക്രാഫ്റ്റുകൾ അവിടെ വെച്ച് കേടാവുന്നു, മണലിൽ പൊതിഞ്ഞു പോകുന്നു, അതിനെ അവിടെ കത്തിക്കുന്നു. ഹെലികോപ്റ്റർ പോകുന്നു, അതിനെ അവിടെ കത്തിക്കുന്നു. അവർ ഈ പറയുന്ന പട്ടാളക്കാരനായിട്ട് തിരിച്ചു. അതായത് എത്ര കോടി അതിനകത്ത് ചിലവാണെങ്കിലും അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിനത് പ്രശ്നമേ അല്ല. അതാണ് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. അതൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. പക്ഷേ ഒരു മനുഷ്യജീവൻ, ഒരു അമേരിക്കക്കാരൻ അവിടെ അവരുപേക്ഷിച്ചു പോയി എന്നൊരു സംഭവം ലോകത്തിന് വരാൻ പാടില്ല. ഏത് ടെറിട്ടറിയിലും അവർ പോകും. ഇനി അടുത്തൊരു ചോദ്യം കൂടെ പറയുകയാണ്. പല ആൾക്കാർ ഇറാനിയൻ ഫാനുകളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ ഉക്രൈൻ റഷ്യ വാർ നടക്കുന്നത്. നിങ്ങൾക്കറിയാം എത്ര റഷ്യൻ എയർക്രാഫ്റ്റുകളാണ് ഉക്രൈനിൽ തകർന്നു വീണത്? 420 എയർക്രാഫ്റ്റാണില്ല, ഡേറ്റ അവൈലബിൾ ആണ്. അതേപോലെ പല റഷ്യൻ പൈലറ്റുകൾ ഇത് ഫ്ലൈ ചെയ്ത് തകർന്നു പോയി. കാരണം എയർ ഡിഫൻസ് സിസ്റ്റത്തിലൊക്കെയാണ് അടിച്ചു പോയേക്കുന്നത്. ഇവരെല്ലാം ഉക്രൈൻ്റെ പിടിയിലായി, പല ആളും ഒറ്റപ്പെട്ടു. നിങ്ങൾ കേട്ടോ, ഒരിടത്തെങ്കിലും റഷ്യ എന്ന് പറഞ്ഞൊരു രാജ്യം, നിങ്ങൾക്കറിയാം ഡിഫൻസുമായിട്ടൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. ഇന്ത്യയുടെ ഒരു സമയം ഏറ്റവും കൂടുതൽ ഡിഫൻസ് അപ്പാരറ്റസ്, എക്യുപ്മെൻറ്റ്സൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ്. ഇപ്പോഴും ഏറ്റവും കൂടുതൽ മേടിക്കുന്ന ഗ്രാജുവലി അത് മാറ്റുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഏതെങ്കിലും റഷ്യൻ കമാൻഡോസ് ഇതേപോലൊരു ഓപ്പറേഷൻ നടത്തിയിട്ട് അവരുടെ ഒരു പൈലറ്റിനെ, ഒരു പട്ടാളക്കാരനെ ഉക്രൈൻ ടെറൈൻ മനസ്സിലാക്കുക? ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഇറാൻ്റെ അത്ര പോലും ഡിഫൻസ് കേപ്പബിലിറ്റി ഉള്ള രാജ്യമല്ല. അത് ഈ കഴിഞ്ഞിടയ്ക്കാണ്, ഈ വാറുണ്ടായ ശേഷമാണ് ഇവരുടെ ട്രെയിനിങ്ങും പരിപാടികളൊക്കെ തുടങ്ങുന്നത്. ഒരു പേരിനുള്ള പട്ടാളം മാത്രമേ ഉള്ളൂ ആ രാജ്യത്തിന്. അവർ നടത്തിയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ചൈന പോലും നടത്തത്തില്ല. ഇപ്പം ഇന്ത്യൻ ടെറൈൻ്റെ അകത്ത് ചൈനയുടെ ഏതെങ്കിലും ഒരു ചോപ്പറോ അവരുടെ ഫൈറ്ററോ വന്ന് വീണ് കഴിഞ്ഞാൽ ചൈന ഇന്ത്യ കയറി ചെയ്യുമോ? ചെയ്യത്തില്ല. 100% ചൈന ചെയ്യുന്നില്ല. ചൈനയ്ക്കറിയാം ഇന്ത്യ അടി കൊടുക്കുമെന്ന്. അതായത് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു 48 മണിക്കൂർ, 42 മണിക്കൂർ, അതായത് നമ്മുടെ ടെറൈൻ്റെ, നമ്മുടെ ഫുൾ കൺട്രോളുള്ള അതിനകത്ത് കയറി വന്ന് അവർ വന്ന് ഇറങ്ങിയ ആളിനെ എടുത്തുകൊണ്ട് പോയി. ഇതാണ് സംഭവിച്ചത്. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. അത്രമാത്രം ടഫായിട്ട് എനിമിറ്റിയുള്ള 2 രാജ്യങ്ങളും ഉണ്ടായ സംഭവമാണ്. അതിന് അമേരിക്കയിൽ ഇത് ഈ പറയുന്ന ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടവർ ഇത് വലിയ സംഭവമായിട്ടാണ് ഇത് കാണുന്നത്, ചെറിയ സംഭവമൊന്നുമല്ല. അപ്പോൾ അതങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ പറയുന്ന ഇറാനി ടെഹ്റാനി കയറി അവർ കയറി പിടിക്കും, 100% കയറി പിടിക്കും. ഖർഗൈലൻഡ് കയറി പിടിക്കും. കാരണം കോൺഫിഡൻസ് 1000% കൂടിയിരിക്കുന്നത്. ഇനി അമേരിക്ക എന്തു കുന്തവും ചെയ്യും. ഈ പറയുന്ന പൈലറ്റ് ഹോസ്റ്റൈൽ കണ്ടീഷൻ ആയിരുന്നുവെങ്കിൽ അവർ പെട്ടുപോയേനെ. ചിലപ്പോൾ ഈ യുദ്ധം പോലും അവർ കോംപ്രമൈസ് ചെയ്ത് പോയേനെ. പക്ഷേ ഇനി അവർ ചെയ്യത്തില്ല. ഇനി രണ്ടും കൽപ്പിച്ച് ഇറാനെ വരിഞ്ഞങ്ങ് മുറുക്കി അടിച്ചങ്ങ് തീർക്കും. എന്ത് വില കൊടുത്തും അടിച്ചങ്ങ് തീർക്കും. ഇത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. ഇറാനിയൻ പോലും ഞെട്ടിപ്പോയി. അതങ്ങനെ പീറ്റർ ഹെക്സാത്ത് തന്നെയാണ് പറയുന്നത്. ഇറാനിയന് പോലും അവരുടെ ആൾക്കാർക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല എന്താണ് സംഭവിച്ചത്. കാരണം ഇത്രമാത്രം എയർക്രാഫ്റ്റുകൾ മുഴുവൻ, അതാണ് CIA ഗെയിം എന്ന് പറയാം. അവർക്ക് ലോകത്തെ അവരുടെ പ്രസൻസ്, അവർ ഈ പറയുന്ന ഇറാനിയൻ ഫോഴ്സിനെ മുഴുവനും കൺഫ്യൂസ് ചെയ്ത് കളഞ്ഞു. പല ഭാഗത്തായിട്ട് ഇങ്ങോട്ട് കോൺവോയ് വരുന്ന സമയത്ത് അതിനെ അവർ ബോംബ് ചെയ്യുകയും ചെയ്തു. അതായത് ഇറാനിയൻ ഫോഴ്സിനെ IRGC അതേപോലെ ഇറാനിയൻ ഗവൺമെൻറ്റിനെ കംപ്ലീറ്റ് കൺഫ്യൂസ്ഡ് ആയി കഴിഞ്ഞു. അവർ പോലും ഞെട്ടിപ്പോയി. സംഭവം എല്ലാം പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവർ വന്ന് നോക്കുമ്പോൾ ഈ കത്തിക്കരിഞ്ഞ അമേരിക്ക തന്നെ കത്തിച്ച എയർക്രാഫ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അവരവരുടെ കാര്യം നടത്തി കൊണ്ടുപോയി. അപ്പോൾ ഇത് കാണുമ്പോഴാണ് ഈ സംഭവിച്ച ഓപ്പറേഷൻ്റെ തീവ്രത എന്തുവാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ്, അമേരിക്കയുടെ സീനിയർ ഒഫീഷ്യൽസും ഇതിനെപ്പറ്റി വിവരിച്ചത്. കാരണം എത്രത്തോളം കമാൻഡോസ് പങ്കെടുക്കുന്നു, എത്രത്തോളം എയർക്രാഫ്റ്റുകളാണ് പങ്കെടുത്തത്, എങ്ങനെയാണ് ഈ ഇറാനിയൻ IRGCയെ കംപ്ലീറ്റ് ആയിട്ട് കൺഫ്യൂസ് ചെയ്ത് അവരുടെ മണ്ണിൽ വന്ന് എടുത്തുകൊണ്ട് പോയി. സിമ്പിളായിട്ട്. ഇതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ സക്സസ്. അവരുടെ മിലിറ്ററി മൈറ്റി സക്സസ് എന്ന് പറയുന്നത്, അവരിപ്പോൾ ഒരാൾക്ക് വേണ്ടി 100 ജീവൻ കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനൊരു ഫോഴ്സ് ഇന്നും അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ, വേറൊറ്റ രാജ്യത്തിനില്ല.
ഇതുകൊണ്ടാണ് പറയുക അതേപോലെ എൻ്റെ ലൈഫിലെ താല്പര്യമാണ് അതേപോലെ ആകണം ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സ്, അല്ലാതെ വീം പഠിക്കലും വായളക്കലും ഒന്നുമല്ല. നിങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്, അവർക്ക് എന്താണ് നഷ്ടപ്പെട്ടത് അവർ കൃത്യമായിട്ട് പറഞ്ഞു. അവരൊരു കള്ളത്തരവും പറഞ്ഞില്ല, കൃത്യമായിട്ട് പറഞ്ഞു അവർക്ക് നഷ്ടപ്പെട്ടു, അവരിത് ചെയ്തു, അവരത് ചെയ്തു. ഒരു കള്ളത്തരവും അവർ പറഞ്ഞില്ല, കാരണം ജനാധിപത്യ രാജ്യമാണ്. അവരെന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിരുന്നുവെങ്കിൽ ഈ സംഭവങ്ങൾ അവിടെ ലീക്കാവും, അത് ഭയങ്കര നാണക്കേടുണ്ടാവും. അതുകൊണ്ടാണ് അവിടുത്തെ ഗവൺമെൻറ് ആണെങ്കിലും ഡിഫൻസ് ആണെങ്കിലും ഇതിനെപ്പറ്റി കള്ളത്തരങ്ങൾ പറയാത്തത്. ചില സത്യമായ ചില വാർത്തകളോട് ലീക്കായിപ്പോയി. അതും പ്രസിഡന്റ് ട്രംപ് പറയുന്നുണ്ട്, ഇത് ലീക്കാക്കി അവർക്കെതിരെ നടപടിയെടുക്കുക. കാരണം വളരെ കോൺഫിഡൻഷ്യലായിട്ട് വെച്ചുകൊണ്ടിരുന്ന രണ്ടാമത്തെ പൈലറ്റിനെ പറ്റി, കാരണം സെർച്ച് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു, അതവിടുത്തെ പത്രം ലീക്കായി, ഏതൊരു ഡിഫൻസിൻ്റെ ഒഫീഷ്യലാണെന്ന് ലീക്കാക്കി എന്ന് പറയുന്നു. അപ്പം ഞാൻ പറയുവാണ്, അതായത് ഞാൻ വലിയ സംഭവമായിട്ട് പറയുമല്ല, പക്ഷെ അമേരിക്കൻ ഫോഴ്സിൻ്റെ മുമ്പിൽ ലോകത്തൊരു ഫോഴ്സ് ഒന്നുമല്ല എന്ന് അവർ കൃത്യമായിട്ട് പ്രൂവ് ചെയ്ത് കൊടുത്തു. അതുകൊണ്ടാണ് 2-3 ദിവസമായിട്ട് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ സീനിയറായിട്ടുള്ള പല റിട്ടയർഡ് ഒഫീഷ്യൽസും മിണ്ടാതായിപ്പോയി. എന്തൊക്കെ വാചകോടിയായിരുന്നു, ഇറാൻ അത് ചെയ്യും, ഇറാൻ കുന്തം ചെയ്യും, ഇറാൻ ഇപ്പോൾ അത് ചെയ്യും, അവർ പോലും സൈലൻ്റ് ആയിപ്പോയി, കംപ്ലീറ്റ് ആയിട്ട് സൈലൻ്റ് ആയിപ്പോയി. ഇതാണ് ഈ പറയുന്ന പഴയ വാറല്ല ഇന്നത്തെ മോഡേൺ വാർഫെയർ എന്ന് പറയുന്നത്. മോഡേൺ വാർഫെയർ എന്ന് പറയുന്നത് പഴയ വാറേ അല്ല, അത് പല രീതിയിലുള്ള ഇൻഫർമേഷൻ വാറാണ്. ഇൻഫർമേഷൻ വാറിൻ്റെ അകത്ത് അമേരിക്ക തോറ്റുപോയി, കാരണം ഇറാന് പലയിടത്തും അഡ്വാൻറ്റേജ് കിട്ടി, തെറ്റായ ഫേക്കുകളൊക്കെ അടിച്ചിറക്കാൻ തുടങ്ങി. പക്ഷെ അവരങ്ങോട്ട് പ്രൂവ് ചെയ്ത് കാണിച്ചു അവരെന്തുവാണെന്ന്. ഈ വരാനുള്ള മണിക്കൂറിൽ അവർ പ്രൂവ് ചെയ്യും ഇറാനെ ഏത് രീതിയിൽ ഇവരാക്കിയെടുക്കും, എങ്ങനെയാണ് ഇറാൻ സറണ്ടർ ചെയ്യുന്നത്. ഇതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഏറ്റവും രസകരമായ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.